എല്ലാവർക്കും വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇഞ്ചിപ്പാറയിൽ നിന്ന് മുമ്പോട്ട് പോവുക കേട്ടോ. ഇനി നമുക്ക് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കാണാനുള്ളത്. അപ്പോൾ ഈ വഴിക്ക് പോകുമ്പോൾ നിരവധി കാഴ്ചകൾ നമുക്ക് രണ്ട് സൈഡിലും മനോഹരമായി കാണാൻ പറ്റും എന്നുള്ളതാണ്. ഈ വനത്തിൻ്റെ ഒരു ഭംഗിയും അതുപോലെ തന്നെ ഒരുപാട് ജൈവ സമ്പത്തും നമുക്ക് വനത്തിൻ്റെ ഉള്ളിൽ കാണാനുണ്ട്. അപ്പോൾ ഈ വഴിയരികിലുള്ള ഒരു ചെതൽപ്പുറ്റാണ് ഇത്. ഈ മരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ മണ്ണെടുത്ത് കൂട്ടി വയ്ക്കുന്നതാണ്. ഈ പ്രദേശത്താണ് ഈ വെള്ളാരം കൂണൊക്കെ ധാരാളമായിട്ടുണ്ടാകുന്നത്. അതിങ്ങനെ ഉയരത്തിലേക്ക് പൊന്തി വരും ചെതൽപ്പുറ്റ്. ഏകദേശം 2 അടിയോളം ഉയരമുള്ള ചെതൽപ്പുറ്റുകൾ ഈ വഴിക്ക് കാണാനുണ്ട്. അതുപോലെ തന്നെ ഈ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഈ വനങ്ങളിൽ ധാരാളം കൂണുണ്ടാവുകയെ. നല്ല സൂപ്പർ കൂണുകളാണ്. കാരണം വിഷാംശമൊന്നുമില്ല. ഇതിൻ്റെ അകത്തുനിന്നൊക്കെ പറിച്ചെടുത്ത നല്ല രുചിയുള്ള കൂണുകളാണ്. വെള്ളാരം കൂണ്, വെട്ടിക്കൂണ്, പറമ്പും കൂണ്, അരിക്കൂണ്, ഇതെല്ലാം ഈ വനങ്ങളിൽ നിന്ന് കിട്ടും. അതൊക്കെ പറിക്കാൻ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ നിന്ന് തന്നെയല്ല, ഇപ്പോഴും സമയം കിട്ടുമ്പോൾ ഞാൻ പോകാറുണ്ട്. ചില സ്ഥലങ്ങളിലെ കൂണ് കഴിക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കൂണ് അറിയാവുന്നവർക്കത് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഓക്കെ, അതൊക്കെ പോട്ടെ. പിന്നെ കാടിനെക്കുറിച്ച് 1-2 കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇപ്പോൾ നമ്മൾ കാണുന്നത് പ്ലാന്റേഷനാണ്. ഏതാണ്ട് 40 വർഷങ്ങൾക്ക് മുമ്പ് പ്ലാന്റ് ചെയ്ത മരങ്ങളാണ്. ഇനി ഇതിൻ്റെ പുറകുവശത്താണ് റിസർവ് വനങ്ങൾ. അവിടെ വലിയ മരങ്ങളും വൃക്ഷങ്ങളും അതുപോലെ തന്നെ പാറക്കെട്ടുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ മലകളും താണ്ടി നമ്മുടെ കാരണന്മാരെന്തിനായിരിക്കും ഇത്രയും അകലെ വന്ന് ഈ സ്ഥലമൊക്കെ ഇങ്ങനെ കിളച്ച് മാന്തി വെട്ടിപ്പിടിച്ച് കൃഷി ഇറക്കിയതെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ? ഇന്നത്തെ പോലെ സുലഭമായി ഭക്ഷ്യസാധനങ്ങളൊന്നും ഇല്ലായിരുന്നു മക്കളെ. അന്ന് നമ്മുടെ കാരണന്മാരൊക്കെ ഒരുപാട് പട്ടിണിയൊക്കെ കിടന്ന കാലഘട്ടത്തിൽ ഇവിടെ ഈ ജലമുള്ള സ്ഥലത്ത് കിളച്ച് കണ്ടം ഉണ്ടാക്കി അതിനകത്ത് കൃഷി ഇറക്കാൻ വേണ്ടിയാണ് ഇത്രയും അകലെ വന്ന് താമസിക്കേണ്ടി വന്നത് കേട്ടോ. അന്നത്തെ ദാരിദ്ര്യം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു അവസാന കാലത്താണ് എൻ്റെയൊക്കെ ജനനം. എനിക്കൊരു ഓർമ്മ വച്ച കാലത്ത് റേഷൻ കടയിലൊക്കെ അരി വരുമ്പോൾ നമുക്ക് കൃത്യ അരിയെ തരുള്ളൂ. ഇന്നത്തെ പോലെ ഇച്ചിരി കൂടുതലൊന്നും തരുമൊന്നുമില്ല. അതും വേഗമില്ലാത്ത ഇരുമ്പരി എന്നാണ് പറയുന്നത്. ഇരുമ്പരി വെച്ച് കഴിക്കുമ്പോൾ അത് സത്യം പറഞ്ഞാൽ വയറ്റിൽ ഇങ്ങനെ കുതിർന്ന് കിടക്കുമെന്ന് മാത്രമേ ഉള്ളൂ. രാവിലെ അടപ്പത്തിട്ടാൽ ഉച്ചയാകുമ്പോഴായിരിക്കും അതൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്നത്. ആ സൈസ് ഇരുമ്പരികളാണ് വന്നുകൊണ്ടിരുന്നത്. ആ പേര് നാടൻ പേരാട്ടോ. അരിക്ക് അങ്ങനത്തെ പേരൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ കാരണന്മാർ ഇത് തീ കത്തിച്ച് അടപ്പത്ത് കിടന്ന് വേവില്ലാത്തതുകൊണ്ട് ഇരുമ്പരിയും അങ്ങ് വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ആഹാരം ആരെങ്കിലും കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തണേ. അത് അടപ്പത്തിട്ട ചോറ് വാങ്ങുമ്പോൾ തന്നെ ഒരു ദുഷിച്ച മണം വരും. അതാണ് അന്നത്തെ റേഷനരി. ഇന്ന് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇന്നൊക്കെ നല്ല അരികളല്ലേ വരുന്നത്. അപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവുമെന്നറിയത്തില്ല. ഏതെങ്കിലും കാരണന്മാർ അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമൻ്റ് എഴുതിയാൽ നന്നായിരിക്കുമേ. പിന്നെ നമ്മളീ പോകുന്ന വഴിക്ക് ആന ഇങ്ങോട്ട് സൈഡിലേക്ക് ഇറങ്ങാതെ ഫെൻസിങ് അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് വൈദ്യുതിയൊക്കെ ഉണ്ട്. സോളാർ വൈദ്യുതിയാണ്. അപ്പോൾ ആന അവിടുന്ന് ഇങ്ങോട്ട് കടന്നു വരില്ല. പിന്നെ നമ്മൾ ബൈക്കിനൊക്കെ ഇതിലെ കത്തിച്ച് വിട്ടു പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഇപ്പോൾ വനത്തിൽ ധാരാളം മൃഗങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കേഴമാൻ, കാട്ടുപന്നി, കുറുക്കൻ, ചെന്നായ് എന്ന് വേണ്ട അത്തരത്തിലുള്ള ചെറുമൃഗങ്ങളും അതുപോലെ ആനയും ചിലപ്പോൾ കണ്ടേക്കാം. അപ്പോൾ നമ്മുടെ ബൈക്കിനെങ്ങാനും വട്ടം ചാടിക്കഴിഞ്ഞാൽ നമ്മുടെ ബൈക്ക് തട്ടും, അപകടം ഉണ്ടാവുകയൊക്കെ ചെയ്യുവേ. ആരും സഹായിക്കാൻ ഓടി വരാനില്ല. ഇതുപോലെ ഏതെങ്കിലും യാത്രക്കാർ വന്നെങ്കിലേ ഉള്ളൂ. ഇതാ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം എത്തി. ഇതാണ് നമ്മുടെ പനങ്കുഴിത്തോട് മക്കളെ. കണ്ണുനീരിൻ്റെ പരിശുദ്ധിയിലാണ് ഈ വെള്ളം ഒഴുകുന്നത്. എങ്കിലും മലയുടെ മണ്ടയിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഇരു കരകളും നിറഞ്ഞ് കലങ്ങി മറിഞ്ഞ് കലിതുള്ളി കാളീ ഭാവത്തിൽ വരാനും മടിയില്ലാത്തൊരു തോടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അകത്തൊക്കെ ഇറങ്ങിയിരിക്കുന്നത് സൂക്ഷിക്കണം. എപ്പോഴാണ് മഴ വരുന്നതെന്നോ നിറഞ്ഞൊഴുകുന്നോ നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. അതൊക്കെയാണെങ്കിലും ഈ റോഡ് സൈഡിൽ നിന്ന് ഇതൊക്കെ കാണാവുള്ളൂ കേട്ടോ. വനത്തിനകത്ത് തോടിനകത്തേക്കൊക്കെ ഇറങ്ങി ചെല്ലരുതേ.
അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ വനനിയമം നമ്മൾ തെറ്റിക്കും, പ്രശ്നമാകും. വൻമരങ്ങളും കാനന ചോലയും കാട്ടുവള്ളികളും എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ആസ്വദിക്കാൻ പറ്റുമേ. ഈ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ അവർക്കൊക്കെ ഇത് ഒരു വലിയ പ്രചോദനവും ഒരു അത്ഭുതമൊക്കെയാണോ. നമ്മുടെ കൊടൈക്കനാലിൻ്റെ ഒരു ലുക്കൊക്കെ ഇവിടെയുണ്ട് കേട്ടോ. ഗുണാഗർവിൽ ചെന്നാൽ കാണുന്ന ആ വൃക്ഷങ്ങളുടെ വേരുകളും അതുപോലുള്ള ഒരു അന്തരീക്ഷമൊക്കെയാണ് സത്യത്തിൽ ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മളൊരു കൊടൈക്കനാലാണെന്ന് തോന്നിപ്പോകും കേട്ടോ. ഈ പനങ്കുഴിത്തോടിന് എന്താണ് ഈ പനങ്കുഴിത്തോട് എന്ന് പേര് വന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവിടെ എങ്ങും ഒരു പന കാണുന്നില്ല. അപ്പോൾ ഞാനിവിടുത്തെ പൂർവികരായ പല രക്ഷിതാക്കളോടും കാരണന്മാരോടൊക്കെ ചോദിച്ചു, എന്താണ് ഈ പനങ്കുഴിത്തോടെന്ന് വരാൻ കാരണമെന്ന്. അവരും പറയുന്നു, ഞങ്ങൾ വരുമ്പോഴും ഈ തോടിന് പനങ്കുഴിത്തോടെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പനങ്കുഴിത്തോടിൻ്റെ എന്തെങ്കിലും ചരിത്രം അറിയാമെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റിൽ എഴുതണേ. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, മറിച്ചൊരഭിപ്രായം നിങ്ങൾക്കും പറയാം. എൻ്റെ ഉള്ളിൽ ആലുവീണ കുത്ത് എന്നൊരു വളരെ മനോഹരമായൊരു സ്ഥലമുണ്ട്. നേരത്തെയൊക്കെ അവിടെ കയറി പോകാമായിരുന്നു, പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ ഇപ്പോൾ ആരെയും അങ്ങോട്ട് കയറ്റി വിടുന്നില്ല, അതും വിലക്കിയേക്കുവാണ്. ആലുവീണ കുത്തിൽ പോയവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ മറ്റുള്ള സുഹൃത്തുക്കൾക്കെല്ലാം കാണാമല്ലോ. ഒരു കണക്കിന് അങ്ങോട്ട് ആളെ കയറ്റി വിടാത്ത നന്നായി. കാരണം അവിടെ നിന്നാണ് പൊട്ടയ്ക്ക് പോകുന്നത്. പൊട്ട എന്നൊരു സ്ഥലമൊന്ന് അവിടെ ഒരു സ്ഥലമുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് കെട്ടിക്കൊണ്ടുപോകും. ആര് പോയാലും പൊട്ടയിൽ ചെന്നാൽ കണ്ണ് കെട്ടിക്കൊണ്ടുപോകും. അത്ര പരിചയവും എക്സ്പീരിയൻസും ഉള്ളവർക്ക് പൊട്ടയിൽ നിന്ന് തിരിച്ചിറങ്ങി വരാൻ പറ്റുള്ളൂ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ മേല. ഞാനും എൻ്റെ ഉറ്റൊരു സുഹൃത്ത് ആയിരുന്ന പുഞ്ചിരിയും കൂടി പണ്ട്, പുഞ്ചിരി എന്ന് അവൻ്റെ വിളിപ്പേരാ കേട്ടോ, ഞങ്ങളെല്ലാം പുഞ്ചിരി എന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾ പൊട്ടയ്ക്ക് പോയി. എൻ്റെ ദൈവമേ, ഞങ്ങൾ പൊട്ടയിൽ ചെന്ന് നോക്കുന്ന സ്ഥലങ്ങളെല്ലാം ഒരുപോലെ ഇരിക്കുന്നത്. മുള്ളിരിങ്ങാടേക്ക് തിരിഞ്ഞു പോരാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചില്ല. ഞങ്ങൾ കരഞ്ഞു പോയി കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടേ. അപ്പം നിങ്ങളാരെങ്കിലും പൊട്ടയ്ക്ക് പോയി വഴി തെറ്റിയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങളൊന്ന് കമൻ്റായി രേഖപ്പെടുത്തണേ. അപ്പോൾ അറിയാമല്ലോ. ഓക്കെ, അതൊക്കെ പോട്ടെ. കഴിഞ്ഞ ദിവസം ഒരു സന്തോഷ വാർത്തയുണ്ട്. ഞാൻ എൻ്റെ വീഡിയോ വിദേശത്തുള്ള 1-2 നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കളൊക്കെ കണ്ടു. കുറേ അധികം പേര് കണ്ടു. എന്നിട്ട് അവർ എന്നെ രാത്രി മെസ്സഞ്ചറിൽ വിളിച്ചു, ചേട്ടാ ഞങ്ങൾക്ക് ഞങ്ങളുടെ നാടൊന്ന് കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകൾ ഞങ്ങളുടെ ഗ്രഹാതുരത്വം ഞങ്ങളെ ഓർമ്മയിൽ കൊണ്ടുവരുന്നു. ഞങ്ങളുടെ നാട് ഞങ്ങൾക്കൊന്ന് കാണണമെങ്കിൽ 2 ലക്ഷം രൂപയോ 1 ലക്ഷം രൂപയോ കൊടുത്ത് ടിക്കറ്റൊക്കെ എടുക്കണ്ടേ. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു അനുഗ്രഹമാണ്, നല്ലൊരു സന്തോഷമാണെന്ന് വിളിച്ചറിയുകയുണ്ടായി. അപ്പോൾ ആ പറഞ്ഞ സുഹൃത്തുക്കൾക്ക് എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും ഞാൻ നല്ല രീതിയിൽ നമ്മുടെ നാടിനെ മുഴുവൻ കാണിക്കും. ഒരിക്കൽ നമ്മുടെ നാടും ലോകമറിയും എന്നാണ് നമ്മുടെ ക്യാപ്ഷൻ തന്നെ. പിന്നെ വിമർശിക്കുന്നവരും ഉണ്ടാകുമല്ലോ. വിമർശകരും നമുക്ക് വേണം. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യണമെങ്കിൽ നമുക്ക് വിമർശകരെ കൂടി ഉൾപ്പെടുത്തിയേ മതിയാവും. അപ്പോൾ നിങ്ങളുടെ വിമർശനങ്ങളും എനിക്ക് എഴുതണേ. എനിക്കെന്നെ പുകഴ്ത്തി പറയുന്നതും എന്നെ ലൈക്ക് അടിക്കുന്നതും മാത്രമല്ല, എൻ്റെ വീഡിയോയിൽ നല്ല അഭിപ്രായവും ചീത്ത അഭിപ്രായവും നിങ്ങൾ രേഖപ്പെടുത്തണം. ഇത് പറഞ്ഞു എന്ന് വിചാരിച്ച് എന്നെ പൊങ്കാലയിട്ട് കൊല്ലരുത് കേട്ടോ. ഞാൻ ഇതൊക്കെ ഒരുപാട് നമ്മുടെ പഴയ കാരണന്മാരോടൊക്കെ ചോദിച്ചാണ് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ ഇനിയുള്ള നമ്മുടെ കൂട്ടുകാർക്ക് ഇതൊക്കെ ഒരു അറിവായി മാറണമല്ലോ. നമ്മുടെ കൊച്ചു കുട്ടികൾക്കും ഇതൊരു അറിവായി മാറണം. ഓക്കെ, വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം അടുത്ത ദിവസം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.